ഹലോ ഗൈസ്, ഒന്നും കഴിക്കാനുള്ള ട്രെയിൻ യാത്ര ആയതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായി. കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടത്. കഴിച്ച ഭക്ഷണം പാഴാക്കി കഴിഞ്ഞാൽ 200 രൂപ ഫൈൻ ആണല്ലോ മെയിൻ കാരണം. നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. 200 രൂപ വെറുതെ പോകല്ലോ എന്ന് വിചാരിച്ചു കണ്ടി നമ്മളെ ഫുള്ള് കറ്റിട്ട് ഞാൻ പെട്ട് ഈ ചങ്ങായി നിൽക്കണമെന്ന് അറിയാതെ ഫുള്ള് വാരി കുട്ടിക്കൊണ്ടോളൂ. ഓന് പെടട്ടെ. ഈ മോഹത്തിനെ കണ്ടതിന് ശേഷം ഫുള്ള് പെടലിട്ടോ അങ്ങനെ കണ്ടു. ആ ചങ്ങായി ഏൽപ്പിച്ചെന്ന ആസി വണ്ടിക്കപ്പം ഞങ്ങൾ നടന്നു പോണത്. പിന്നെ മനസ്സിലായത് നമ്മുടെ ഭാഗത്ത് തെറ്റുന്നുള്ളത്. നമ്മുടെ ആസിയുള്ള വണ്ടിയാന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇനി ആസി ഓണാക്കി തരുമെന്ന് ചോദിച്ചില്ലേ. നമ്മൾ ഇറങ്ങി ചെന്നത് വോൾക്കാ ബീച്ച് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ മനസ്സിലായത് ഇതൊരു പെടലിന് പെട്ടേമ പെട്ട് നിൽക്കുമ്പോഴാണ് ഈ ചങ്ങായി പോയി കണ്ടൊരു പെപ്സി ചങ്ങായി. ഇവിടുത്തെ 40 രൂപ പെപ്സി അവിടെ 60 രൂപ അവിടെയും പെട്ടും. അവിടുത്തെ ചൂടിന്റെ കൊണ്ടാണ് ഈ ചങ്ങായി ഊരാൻ അവിടെ ആകെ ട്രൗസർ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്നില്ല, നേരെ ഭാഗ ബീച്ചിക്ക് ബസ് ഇറാൻ വേണ്ടിട്ടാണ് നടന്നത്. ചൂട് നമുക്ക് താങ്ങണില്ല. അപ്പുറം ഈ വെയിലത്ത് നടന്നു കാണി ഞാൻ ചത്തക്കണ്. ബസ്സിലെത്തി കാണും നേരെ സൈഡായി. സിഗ്നലിൽ നിൽക്കുന്ന സമയത്താണ് പോകാൻ പറ്റാത്ത സ്ഥലം നമ്മൾ കണ്ടത്. പോണ്ടാന്ന് തിരിച്ചു അങ്ങോട്ട് പോണ്ട. പിന്നെയാണ് ട്രാഫിക് നിയമങ്ങളൊക്കെ കറക്റ്റ് പാലിച്ചു പോണ ഗോമാതാക്കളെ നമുക്കടെ കാണാൻ കഴിഞ്ഞു. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോ ഈ ചങ്ങായിക്ക് വല്ലാത്ത പരിവോ തംസപ്പ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടാകുന്നു. ഇത്ര കാര്യമായിട്ട് എങ്ങോട്ടായി നോക്കിയപ്പോഴാണ് നമ്മൾ ഈ കഴിച്ചാണ്ട് ഏതോ മാതാമന്റെ തൊഴിലേക്ക് നോക്കി ഒരൊക്കെ കയപ്പേ റൂമും തെരഞ്ഞു നടക്കണ നമ്മളെടുത്ത് ഇപ്പം വന്ന് കണ്ട് പറഞ്ഞിട്ടെങ്കിൽ 200-ന്റെയും 300-ന്റെയും റൂം ഉണ്ടോന്ന് ചോദിച്ചേ. ഞാൻ 2000-ന്റെ അല്ലാത്ത എടുക്കാനല്ലേ ഇനി എങ്ങനെ ഇരിക്കണം. ഓരോ തൊഴിലും ഭർത്താവ് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അമ്പാനിന്റെ മകനേക്കാരുന്നു. അത് എനിക്കാരും പറഞ്ഞ മകൻ തന്നെയാണ്. ഈ കാണുന്ന റൂം നമ്മൾ നോക്കാൻ പോയതാണെങ്കിലും നമ്മൾ എടുത്ത റൂം ഈ കാണുന്നത് കേട്ടോ. നമുക്കല്ലെങ്കിൽ ഇഷ്ടം ഈ സിംപ്ലിസിറ്റി ഒക്കെയാണ്. പിന്നെ നമ്മളൊന്നും നോക്കി നമ്മൾ കൊട്ടാരത്തേക്ക് പാഞ്ഞെടുക്കും. റൂമിലെത്തി ഇരുന്നപ്പോ തന്നെ മറ്റേ ചങ്ങായി വന്ന് കാട്ടി ചോദിച്ചാൽ അത് വേണം ഇത് വേണമെന്നൊക്കെ എന്തൊക്കെയാ ചോദിച്ചെന്നുള്ളതല്ല. നാളെ കാണട്ടെ. ടാറ്റ ബേബി കത്തുമോ. അപ്പൊ നാളെ കാണേ.